സാർ കലോത്സവത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാം. ഇവിടെ നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവങ്ങളിലൊന്നാണ് നമ്മുടെ കേരളത്തിലെ സ്കൂൾ കലോത്സവം. വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവമാണ് ഇപ്പോൾ എടപ്പലത്ത് വെച്ച് നടക്കുന്നത്. ഇവിടെ സംഘാടന മികവ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫുഡ് കമ്മിറ്റി ആണെങ്കിലും നല്ല ഭക്ഷണമാണ്. 2000-ഓളം ആളുകൾക്കാണ് ഫുഡ് കൊടുക്കുന്നത്. കുട്ടികളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല നിലവാരമുള്ള ഒരുപാട് പെർഫോമൻസ് ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. എന്തായിരുന്നാലും ഇതുവരെയുള്ള ദിവസങ്ങൾ വളരെ നന്നായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഇവിടെ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് സാറിൻ്റെ കലോത്സവ നഗരിയിലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ വിദ്യാർത്ഥിയായിട്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ നാടകം അതുപോലെ ചെറിയ ചെറിയ പെർഫോമൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ കാലത്ത്. മാത്രമല്ല ഈ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരി അതിലൊക്കെ തന്നെ മറ്റുള്ളവരുടെ നല്ല പെർഫോമൻസിൽ കാണാനും ആസ്വദിക്കാനും അതിൻ്റെ ഭാഗമായി വളണ്ടിയറായിട്ടും ഒക്കെ തന്നിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളുണ്ട്. എന്നും ജീവിതത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും സ്കൂൾ കാലഘട്ടത്തിലെ ഈ കലോത്സവത്തിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ അത് പല പ്രൈമറി തൊട്ട് +2 വരെയുള്ള കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള പെർഫോമൻസുകൾ അത് ഏറ്റവും നന്നായിട്ട് ഇന്ത്യയിൽ തന്നെ ഇത്രയും നന്നായിട്ട് അവർക്ക് അവരുടെ ആവിഷ്കാരങ്ങളെ ഇത്രയും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത് കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിലാണ്. ഇത്രയും നന്നായിട്ട് മറ്റു പലയിടങ്ങളിലും ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വിദ്യാർത്ഥി തലം മുതലുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും പെർഫോമൻസുകൾ കാണാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്, കാണാറുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പോയിട്ട് അതിലും കാണാറുണ്ട്, ജില്ലാതലത്തിലൊക്കെ കാണാറുണ്ട്. എന്നും നമുക്ക് നമ്മുടെ ഒരു നല്ല മനസ്സിനും കണ്ണിനുമൊക്കെ കുളിർമയേകുന്ന നല്ല സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ. ഉത്സവങ്ങൾക്ക് പറ്റി സാറിനൊരു നിർദ്ദേശം കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? അല്ല, ഇപ്പോൾ തന്നെ കലോത്സവങ്ങൾ പഴയതുപോലെയല്ല. മാനുവൽ പരിഷ്കരിച്ചു. വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയി. ആദിവാസികളടക്കമുള്ളവരുടെ കലകളെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പോയി. രക്ഷിതാക്കളോടും പങ്കെടുക്കുന്ന കുട്ടികളോടും പറയാനുള്ളത് അമിതമായ മത്സരത്തിൻ്റെ ഫസ്റ്റ് A ഗ്രേഡ് മാത്രം ആലോചിക്കുന്ന തരത്തിലേക്ക് മാറുന്നതിന് പകരം നമുക്ക് ഇതൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കലാ ആവിഷ്കാരത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് അമിതമായ മത്സരത്തിനല്ല. ഇനിയും അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങാനും ഒരു ഗ്രേഡ് കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ നിരാശനാവേണ്ട കാര്യമില്ല, അത് നിരാശയാവേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഈ ഒരു വേദി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മേഖലയിൽ കഴിവുകളെ തെളിയിക്കാനുള്ള ഒരു അവസരം മാത്രമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് ഉണ്ട്. അപ്പോൾ അമിതമായി മത്സരം മാത്രമാക്കിയിട്ട് അത് കാണരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു സർ.